അധികം പണിയൊന്നും ഇല്ലാത്ത സംഭവമായതുകൊണ്ട് ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ച്. എന്താന്നല്ലേ കാണിച്ചു തരാം. അപ്പൊ ദാ ആദ്യം ഒരു പാത്രം ചൂടാകുമ്പോൾ 2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോഴേക്കും ഫ്ലെയിം കുറക്കുക. 3 സ്ലൈസ് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നിറച്ച് ടൊമാറ്റോ സോസ്, അതുപോലെ 1 ടേബിൾ സ്പൂൺ മയോനൈസ്, പിന്നെ അതാ 2 പാക്കറ്റ് മാഗി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 12 രൂപയുടെ പാക്കറ്റില്ലേ, അങ്ങനത്തെ 2 പാക്കറ്റാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇതിന്റെ ഒന്നിച്ച് തന്നെ പാല് ചേർത്ത് കൊടുക്കാട്ടെ. ഇതുപോലെ ഇങ്ങനെ ഒരുപാട് ഇളക്കി കട്ടിയാവാൻ നിൽക്കണ്ട. 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർക്കലുണ്ട്. ഞാനിപ്പോൾ ഫ്രഷ് ക്രീം ചേർത്തിട്ടില്ല. പിന്നെ പാലും കൂടിയാണ് കേട്ടോ ചേർത്ത് ഇത് വേവിക്കുന്ന. 1/4 കപ്പ് പാലും പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് വരെ പാലെടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു മസാല ഇങ്ങനെ കട്ട പിടിച്ച പോലെയൊക്കെ ഉള്ളതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി നന്നായിട്ട് ഇത് തിളക്കുമ്പോൾ നമുക്കിതിലോട്ട് മാഗി ഇട്ട് കൊടുക്കാം. 2 പാക്കറ്റ് മാഗി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുത്താൽ മതി. ഇനി മാഗി പെട്ടെന്ന് വേവുമല്ലോ. പിന്നെ ഞാനൊരു വേറൊരു കുറേ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വീഡിയോ കണ്ടത് ഇത് അത്ര ടേസ്റ്റ് ഇല്ല, ഫ്ലോപ്പായി എന്നൊക്കെ പറഞ്ഞ് അതിൽ ഒരുപാട് ചീസ് അവർ ചേർക്കുന്നുണ്ടായിന്. കമൻസിലും പറയുന്നുണ്ട് അത്രയൊന്നും ചീസ് ചേർക്കരുതെന്ന്. അപ്പോൾ വേറെ ഏതോ വീഡിയോ കണ്ടിട്ടാണ് അവർ ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് ടേസ്റ്റൊക്കെ ഉണ്ട്. ചീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ മാഗി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഇഷ്ടാവും. ഇതിപ്പോൾ ഇതാ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അവസാനമായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് വിതറി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ഇച്ചിരി മല്ലിയില അരിഞ്ഞതും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാ മാഗി കഴിക്കുന്നതിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ചൂടോടെ സെർവ് ചെയ്യാം കേട്ടോ. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടമായാലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.